സിനിമ നല്ല അടിപൊളി മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നേരത്തെ കണ്ടിട്ടുണ്ടോ നമ്മള്? പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്? നന്നായിട്ടുണ്ട്. ഈ സിനിമയുടെ ഹൈലൈറ്റ് കളർ വന്ന ഇത്ര ഒരു എഫക്റ്റ് കിട്ടൂല. മമ്മൂക്ക സൂപ്പറാണ്, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക ഫാൻസ് ആണ്. പക്ഷേ അതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ ആ ഒരു പറയാൻ പറ്റില്ല. അതെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, സൂപ്പറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുമെങ്കിലും പിന്നെ നമ്മുടെ സിനിമയിൽ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല. അതിൻ്റെ എന്താ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെ ആയതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ആ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു പോവാം. മമ്മൂക്ക ഒത്തിരി വെറൈറ്റികൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള വെറൈറ്റികളാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെയുള്ള വെറൈറ്റി ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ പുതിയ ടൈപ്പ് സിനിമകൾ കാണാം. അപ്പോൾ നമുക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്സ് ഇതിലൂടെ നല്ല സിനിമകളാകും, ഇങ്ങനെ വ്യത്യസ്തതയായിട്ടുള്ള. അതായത് യങ്സ്റ്റേഴ്സിനും ഇപ്പോൾ വലിയ ഒരു ഹൈപ്പാണ് മമ്മൂക്ക. മമ്മൂക്ക പവറാണ്. പിന്നെ മമ്മൂക്കയുടെ ചില മാനറിസംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഒരാഴ്ച കൂടെ കണ്ടാലേ അതൊക്കെ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സിനിമയിൽ 3-4 കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥ ആയാലും അർജുൻ അശോകൻ, ഓരോരുത്തരും ഒന്നിലൊന്നിലും മെച്ചമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും സൂപ്പർബ് തന്നെയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും ചെയ്തിട്ടുള്ളത്. അവർ മമ്മൂക്കയുടെ ഒപ്പം കട്ടക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. അതെ, അർജുൻ അശോകനെ പിന്നെ പറയേണ്ട കാര്യമില്ല, അടിപൊളി തന്നെയായിരുന്നു. യൂത്ത് സ്റ്റാർസിൽ ഏറ്റവും സൂപ്പറായിട്ട് വരുന്ന ഇപ്പോൾ അർജുൻ അശോകൻ തന്നെയാണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുത്തിട്ട് അത് വിജയിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. പണ്ടത്തെ ഒരു മിത്തിക്കൽ വേൾഡിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റിയിരുന്നു. ഭയങ്കര ഈ ഒരു എക്സ്പെക്റ്റേഷൻ അല്ല വന്നത്. ബാക്കി നീ പറ. അല്ല, ശരിക്കും ആ ഒരു യുഗത്തിലേക്ക് എടുത്തു കൊണ്ടുപോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. തിയേറ്ററിനകത്ത് ആ ഒരു ഏജിലായിരുന്നു നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മാർവൽ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഇതുണ്ടായിരുന്നു. അതെ അതെ അതെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല, ആ കാലത്തേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഭയങ്കര നോവലെല്ലാം വായിക്കുന്ന സ്ഥലത്ത് ഒരു ഫീൽ കിട്ടൂലേ, സെയിം ഒരു ഫീലിലോട്ട് അല്ലേ? അതെ, മൊത്തമായിട്ട് അടിപൊളിയല്ലേ? ഇനിയും ചെയ്യണം എന്നല്ലാണ് അഭിപ്രായം. തീർച്ചയായിട്ടും പുള്ളിയുടെ ഇത് ഫുൾ സ്ട്രെങ്ത് കാണിച്ചു തരികയാണ്. ലൈക്ക് ഇത് ആരെങ്കിലും ഇപ്പോഴും തകർത്താടുകയാണെന്ന് കാണിച്ചു തരികയാണ്. ലൈക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഭയങ്കര ലക്കി ടു ബി വിറ്റ്നസിങ് ദിസ് ഏജ്. ബാക്കിയുള്ളവർ ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് കുറെ നല്ല സിനിമകൾ ഉണ്ടായിട്ട് വിവാദം ഉണ്ടാക്കരുത് നിങ്ങൾ. അല്ല, എല്ലാവരും ഉണ്ടല്ലോ നമുക്കാരുടെ ഇപ്പോൾ ഒരു ലൈക്ക് പുള്ളി ഓരോ സമയത്ത് ഓരോ ഇതും തന്നിട്ടുണ്ട് ആൾക്കാർക്ക്. നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്ന ഇതാണ്. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താവും ഇവരെങ്ങനെ ഇത് വർക്കൗട്ട് ആക്കി എടുക്കുന്നുള്ളത്. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സിദ്ധാർത്ഥിൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ യക്ഷിയായിട്ട് വന്ന പുള്ളിക്കാരുടെ എല്ലാവരും അടിപൊളിയായിരുന്നു. കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ.